ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇന്ന് നമ്മൾ ചീര കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഈ ചീര ഇത് നമ്മുടെ വീട്ടിലുള്ള ചീരയാണ്. ഇത് എന്താണ് വേരോടെ പുഴക്കിയെടുത്തു എന്ന് വിചാരിക്കേണ്ട. അത് അനധികൃതമായി അതിൻ്റെ അതിർത്തി വിട്ട് വന്നതുകൊണ്ടാണ് അതിനെ പുഴക്കിയെടുത്തത്. അത് തടത്തിലല്ലാതെ വഴിയിൽ അങ്ങോട്ട് മുളച്ച് വെച്ചിരിക്കുകയായിരുന്നു. ശരി, ഇത്തിരി വലുതാവട്ടെ പറഞ്ഞ് വിട്ടതാണ്. അപ്പോൾ അതൊക്കെ എല്ലാം ശരിയാക്കി ഇത്ര ചീര കിട്ടിയിട്ടുണ്ട്. ഒക്കെ കഴുകി വൃത്തിയാക്കി ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിനെ ഒന്ന് നന്നായി കുനുകുനേന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഞാൻ ദിവസം ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനായി ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഇത് ചീരയൊക്കെ ഇപ്പോൾ കുനുകുനേന്ന് അരിഞ്ഞു കഴിഞ്ഞു. ഒരു കുക്കറിൽ 1 കപ്പ് തുവരപ്പരിപ്പ് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി വയ്ക്കുക. ഇപ്പോൾ പരിപ്പൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കുക കേട്ടോ. അത് പരിപ്പിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചീരയും നല്ലോണം കുഴഞ്ഞ് വെന്ത് കിട്ടും. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 4 വിസിൽ വയ്ക്കുക കേട്ടോ. കുക്കർ അവിടെ വേവട്ടെ. നമുക്കപ്പോഴേക്കും ഇവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് പച്ചമുളക് കുനുകുനേന്ന് മുറിച്ച് വയ്ക്കുക. പിന്നെ ഒരു മിക്സിയിൽ കുറച്ച് നാളികേരം ചിരകിയതില്ലാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. ഒരു അരമുറി നാളികേരം. അതിനെ ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള ചുവന്ന മുളകിട്ട് പേസ്റ്റാക്കുക. പരിപ്പും ചീരയൊക്കെ ഇവിടെ നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കുക. മിക്സി ജാർ കഴുകി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഒരു പാനിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക്, ചുവന്ന മുളക്, ഇതിന് കരിവേപ്പില ഇടില്ല, ബിക്കോസ് അത് ഇലയല്ലേ, അതുകൊണ്ടും നമ്മൾ ചീര കൊണ്ടല്ലേ വെക്കണത്. പിന്നെ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം കൂടി ഒന്ന് നല്ലോണം വഴറ്റുക കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്തു. അതിനെ നമ്മളെടുത്തിട്ട് ചീരക്കറിയിൽ ഇട്ട് കൊടുക്കുക. സോ ഒരു അടിപൊളി പരിപ്പിട്ട ചീരക്കറി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. ഓക്കെ, ഹാപ്പി കുക്കിംഗ്.